ഇനി ബൽറാം, ഇതിലിപ്പോൾ അഴിമതി എന്നുള്ളത് വലിയൊരു വിഷയമാക്കി ബി.ജെ.പി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിലേറ്റവും ഒടുവിൽ വന്നതാണ് ഈ ശീഷ് മഹൽ എന്നൊക്കെയുള്ള പ്രചാരണം. അതിപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, വിനീതയോട് സംസാരിച്ച ഒരു പ്രവർത്തകൻ അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ അഴിമതിക്കെതിരെ വന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ബി.ജെ.പി വിജയിച്ചു എന്നുള്ളത് ഇവിടെ എത്രത്തോളം നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവ്, 12 ലക്ഷത്തിന്റെ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ടോ? അനുജ, ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി ബി.ജെ.പി ഉയർത്തുന്നുണ്ട്. പ്രധാനമായും ഡൽഹി മദ്യനയ അഴിമതി തന്നെയായിരുന്നു അതിൽ പ്രധാന ആയുധമായത്. കെജ്രിവാളും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് സ്ഥാപക നേതാക്കൾ സിസോദിയ അടക്കമുള്ളവർ, സഞ്ജയ് സിംഗും ഈ കേസിൽ അറസ്റ്റിലായി, ജയിലിലായി. ഇതൊരു പ്രധാന പ്രചരണ വിഷയമാക്കുമ്പോൾ അതിനെ ഇതൊരു രാഷ്ട്രീയമായ കേസാണ്, കെട്ടിച്ചമച്ച കേസാണ് എന്ന പ്രതിരോധം ആം ആദ്മി പാർട്ടിക്ക് തീർക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു പരിധിവരെ രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ സീസ് മകൾ കണ്ണാടി മാളികയുടെ കാര്യത്തിൽ യാതൊരു പ്രതിരോധത്തിന് ആയുധവുമില്ലാതെ ആം ആദ്മി പാർട്ടി കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലളിത ജീവിതം, ഒപ്പം തന്നെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി എത്തിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ തന്റെ വസതി മോടി പിടിപ്പിക്കാൻ കോടികൾ ചെലവഴിച്ചു എന്നതിന്റെ ചിത്രങ്ങൾ, അതിന്റെ കണക്കുകൾ, ഒപ്പം തന്നെ ആ ആഡംബര വസതിയുടെ മാതൃകകളുമായാണ് ബി.ജെ.പി പ്രചരണത്തിനായി ജനങ്ങളിലേക്ക്, അടിത്തട്ടിലേക്ക് ഇറങ്ങിയത്. അത് വലിയൊരു പരിധിവരെ പാർട്ടിയുടെ പ്രതിച്ഛായ തകരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസിന്റെ വോട്ട് വലിയൊരു ശക്തിയല്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയുന്ന വോട്ട് ഭിന്നത സൃഷ്ടിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കാകും എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സഖ്യമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടാക്കി അതിനെ മറികടക്കാൻ കെജ്രിവാൾ ശ്രമിച്ചില്ല. അത് ഒരു കണക്കുകൂട്ടലിൽ വന്ന പാളിച്ചയായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഒപ്പം തന്നെയാണ് അത്തരത്തിലൊരു സഖ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ കെജ്രിവാളിനെതിരെ പ്രചരണവുമായി എത്തുന്നത്. പക്ഷേ ബി.ജെ.പി നേതാക്കൾ ആക്രമിച്ചതിനേക്കാൾ, ആരോപിച്ചതിനേക്കാൾ കെജ്രിവാളിന് ക്ഷീണം സംഭവിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായി രാഹുൽ ഗാന്ധി തന്നെ കെജ്രിവാളിനെതിരെ രംഗത്തെത്തിയത് തന്നെയാണ്. അത് ബി.ജെ.പിയും പ്രചരണായുധമാക്കിയിരുന്നു. ഈ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ആം ആദ്മിയുടെ മുഴുവൻ നേതാക്കളും പരാജയപ്പെട്ടിരിക്കുന്നു. കേസുകൾ നേരിടുന്നവരിൽ ഓഖ്ലയിൽ നിന്നുള്ള അമാനത്തുള്ള ഖാൻ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കൾ ആകട്ടെ, സ്ഥാപക നേതാക്കളിൽ ഗോപാൽ റായ്, അദ്ദേഹത്തിനെതിരെ ഇതുവരെ യാതൊരു കേസുകളും ആരോപണങ്ങളും നേരിടുന്നില്ല. അദ്ദേഹം ബാബർപൂരിൽ ഇത്തവണയും തന്റെ വലിയ ഭൂരിപക്ഷം നിലനിർത്തിയിരിക്കുകയാണ്. അഴിമതി ആരോപണങ്ങൾ ഉയർന്ന നേതാക്കളെ തന്നെ കൃത്യമായി ജനങ്ങൾ ഇത്തവണ എതിരെ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഡൽഹിയിലെ ചിത്രം വ്യക്തമാക്കുന്നത്. അനുജ, അതാണ് അഴിമതി ആരോപണമില്ലാത്ത നേതാക്കൾ. അതിഷി നിലവിലെ മുഖ്യമന്ത്രിയാണ്, അവർക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിട്ടില്ല. ഒപ്പം ഗോപാൽ റായെ പോലെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, 1-2 നേതാക്കൾ ഒഴികെ ബാക്കി എല്ലാവർക്കും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാക്കി മാറ്റിയിരിക്കുന്നത്.